സെപ്റ്റംബർ 8 അതായത് കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ അമ്മയുടെ ജന്മതിരുന്നാളായിരുന്നു. അപ്പോൾ പള്ളി പോകുന്നതിനും തൊട്ട് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പള്ളി പോയി വന്നിട്ടേ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യാനായിട്ട് നിന്നു. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, അതായത് പള്ളിയിൽ നിന്ന് വരുന്ന അമ്മച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളെല്ലാവരും 8 നോയമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നല്ലോ. അപ്പോൾ 8 നോയമ്പ് തീരുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ചധികം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. കറികളൊക്കെ ഒത്തിരി ഉണ്ടാക്കിയത് കൊണ്ടേ ഒരാഗ്രഹം, എന്നാൽ പിന്നെ എന്തുകൊണ്ടൊരു ചട്ടിച്ചോറ് സെറ്റ് ചെയ്ത് വിടാം. നല്ല എരിവുള്ള നല്ല കിഴങ്ങൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെ ആദ്യം ഉണ്ടാക്കി. അതിനുശേഷമേ കുക്കറിൽ നമ്മൾ മീൻ കറി വെച്ച ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് റെസിപ്പിയൊന്നുമല്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാവേ. ഒത്തിരി വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. എന്തായാലും കൊള്ളാം. പെട്ടെന്നൊക്കെ ഒരു മീൻ കറി വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. നമ്മുടെ മീനിൻ്റെ കണക്കനുസരിച്ച് വേണം ഇതെല്ലാം എടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ വാളംപുളിയായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞ വെള്ളവും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട്, അതായത് മീനെല്ലാം ഒന്ന് പൊതിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഒന്ന് മൂടിയിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ച് നമ്മൾ ഇളക്കണ്ട, അല്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടേ കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ കടവരാൽ എന്നൊക്കെ പറയുന്ന ഉലുവ മീൻ എന്നൊക്കെ പറയുന്ന മീനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതധികം വേവില്ലാത്ത മീനാണ്. ഒറ്റ വിസിൽ മതി. പിന്നെ നല്ല കക്കാറച്ചി നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാബേജ് വരണുണ്ട്, മോര് കൂട്ടാനുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചട്ടിച്ചോറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരന്ന പാത്രം പോലെ ഇരിക്കുന്ന ചട്ടി കിട്ടും നമുക്ക് ചട്ടിച്ചോറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ളൊരു ചട്ടി. അത് ഞാൻ ഒരെണ്ണം വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചെയ്ത് കഴിക്കാൻ, ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുക്കാനായിട്ടും വേണ്ടിയിട്ട് ഒരു ചട്ടി സാമ്പിളിന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെച്ചു, കക്ക ഫ്രൈ വെച്ചു, മീൻ വറ്റിച്ചത് വെച്ചു, കുക്കറിലെ മീൻ വറ്റിച്ചത്, പിന്നെ ക്യാബേജ് തോരൻ, മോര് കൂട്ടാൻ, മുട്ട പൊരിച്ചത്. ഇനി വെക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന നല്ല ബീട്രൂട്ട് അച്ചാറാണ് കേട്ടോ. പിന്നെ കൂട്ടത്തിൽ നത്തോലി അച്ചാർ കൂടെ ഉണ്ട്, കൊഴുവ അച്ചാർ അതുകൂടെ വെച്ച് കൊടുത്തപ്പോൾ കംപ്ലീറ്റ് ഒരു ചട്ടിച്ചോറായി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.